നമസ്കാരം, ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കെ സുധാകരന് പിന്തുണയുമായി കെ മുരളീധരൻ. സുധാകരൻ തന്റെ പ്രയാസങ്ങൾ തുറന്നു പറഞ്ഞത് അച്ചടക്ക ലംഘനമല്ല. കേരളത്തിൽ ഭരണമാറ്റമുണ്ടായി സന്തോഷത്തോടെ ചുമതല കൈമാറണമെന്ന് സുധാകരൻ ആഗ്രഹിച്ചിരുന്നുവെന്നും കെ മുരളീധരൻ. സുധാകരൻ വിഷയത്തിൽ അഭിപ്രായം പറയാൻ താൽപ്പര്യമില്ലെന്ന് രമേശ് ചെന്നിത്തല. ജനം ആഗ്രഹിക്കുന്ന ഭരണമാറ്റത്തിനായി പാർട്ടി ഒറ്റക്കെട്ടായി നിലകൊള്ളേണ്ട സമയത്ത് പ്രവർത്തകരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു കാര്യത്തിലും പ്രതികരിക്കില്ലെന്നും ചെന്നിത്തല. തൃശൂരിൽ പെർമിറ്റില്ലാതെ ഓടിയ AMVIയുടെ സഹോദരന്റെ ബസ് RTO എൻഫോഴ്സ്മെന്റ് പിടിച്ചെടുത്തു. തൃശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പുറപ്പെട്ട ബസ് പിടിച്ചെടുത്തത് പുലർച്ചെ KSRTC സ്റ്റാൻഡ് പരിസരത്ത് നിന്ന്. സെപ്റ്റംബർ മുതൽ ബസ്സിന് പെർമിറ്റില്ലെന്ന് കണ്ടെത്തി. വടക്കാഞ്ചേരിയിൽ വീണ്ടും കാട്ടാനകളുടെ വിളയാട്ടം. അകമല തൂമാനം വെള്ളച്ചാട്ടത്തിന് സമീപം വ്യാപകമായി വാഴകൃഷി നശിപ്പിച്ചു. ജനവാസ കേന്ദ്രത്തിൽ കാട്ടാന ഇറങ്ങി നാശം വിതയ്ക്കുന്നത് ഈ മാസം ഇത് രണ്ടാം തവണ. തെക്കേ മലമ്പുഴ ഡാം റിസർവോയറിൽ സഹോദരങ്ങൾ മുങ്ങി മരിച്ചു. മരിച്ചത് പാലക്കാട് പുതുപ്പള്ളി സ്വദേശികളായ 20 വയസ്സുള്ള മുഹമ്മദ് നിഹാൽ, 16-കാരൻ മുഹമ്മദ് ആദിൽ എന്നിവർ. കഴിഞ്ഞ ദിവസം റിസർവോയറിൽ കുളിക്കാനിറങ്ങിയ ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത് ഇന്ന് രാവിലെ. കവളപ്പാറയിൽ വീട്ടമ്മ കിടപ്പുമുറിയിൽ രക്തം വാർന്ന് മരിച്ച നിലയിൽ. മരിച്ചത് കിഴക്കേ ത്രാങ്ങാലി റോഡിൽ അമ്പലത്തൊടി വിഷ്ണു നിവാസിൽ 56 വയസ്സുള്ള പ്രമീള. 4 ദിവസത്തോളം പഴക്കമുണ്ടെന്ന് സംശയിക്കുന്ന മൃതദേഹം അഴുകിയ നിലയിൽ. വാർത്തകൾ വിശദമായി. കെ സുധാകരന് പിന്തുണയുമായി കെ മുരളീധരൻ. സുധാകരൻ തന്റെ പ്രയാസങ്ങൾ പറഞ്ഞത് അച്ചടക്ക ലംഘനമായി കാണാൻ കഴിയില്ലെന്ന് മുരളീധരൻ ഗുരുവായൂരിൽ പറഞ്ഞു. അതിനെ അങ്ങ് അവഗണിക്കാൻ സാധ്യമല്ല. ഈ പ്രക്രിയ ഇപ്പോഴും ഉണ്ട്. കഴിഞ്ഞ ലോക്സഭയിലുണ്ടായിരുന്നല്ലോ ധർമ്മടം നിയോജകമണ്ഡലത്തിൽ സുധാകരൻ പറഞ്ഞ് വളരെ ഗൗരവത്തിൽ സമൂഹം ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ജനഹിതത്തിന് കള്ളവോട്ടിലൂടെ അട്ടിമറിക്കുന്ന സമ്പ്രദായം നമ്മുടെ നാടിനും ജനാധിപത്യത്തിനും ആപത്താണ്. അതുകൊണ്ട് ശക്തമായ നടപടി ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് ഉണ്ടാവുന്നതാണ്. ഒരു ഭരണമാറ്റമുണ്ടായി മനസ്സിൽ സന്തോഷത്തോടുകൂടി പുതിയ ആൾക്ക് ബാറ്റൺ കൈമാറണമെന്ന് കെ സുധാകരൻ ആഗ്രഹിച്ചിരുന്നു. സുധാകരൻ തൻ്റെ പ്രയാസങ്ങൾ ഇന്ന് തുറന്നു പറഞ്ഞുവെന്നേ ഉള്ളൂ. ഇതിനെ ഒരു അച്ചടക്ക ലംഘനമായി കാണാൻ കഴിയില്ലെന്ന് കെ മുരളീധരൻ ചൂണ്ടിക്കാട്ടി. സുധാകരൻ പറഞ്ഞത് തെറ്റായി കാണേണ്ടതില്ല. പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങളുണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥമെന്നും കെ മുരളീധരൻ ഗുരുവായൂരിൽ പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് ഒരു ഭരണമാറ്റം ഉണ്ടായി നല്ലൊരു സന്തോഷം, മനസ്സിന് സന്തോഷത്തോടു കൂടിയിട്ട് പുതിയ ആൾക്ക് ബാറ്റ് കൈമാറാൻ ആഗ്രഹിച്ചു. ഏതായാലും അദ്ദേഹം പാർട്ടി പറഞ്ഞതിൻ്റെ അനുസരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കലും ഒരു അച്ചടക്ക ലംഘനമായിട്ട് കാണാൻ സാധ്യമല്ല. അദ്ദേഹത്തിൻ്റെ കാലത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളെക്കുറിച്ചും പറഞ്ഞത് ഒരു തെറ്റായിട്ട് കാണാൻ ആവശ്യമില്ല. ഇപ്പം അദ്ദേഹം ആദ്യം വെച്ചൊരു ഫോർമുല, ഞാൻ മാറുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് മാറണമെന്നൊരു ഫോർമുല വെച്ചു എന്നാണ് പൊതുവെ പറഞ്ഞു കേട്ടിരുന്നത്. അല്ല, ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞങ്ങളാരും ഒന്നും പറയുന്നില്ല. കാരണം ഇതെല്ലാം തീരുമാനിക്കേണ്ട ഹൈക്കമാൻഡ്. കാര്യങ്ങൾ ഹൈക്കമാൻഡിനോട് പറയും, അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്ന് മറിച്ചൊരു തീരുമാനം ഹൈക്കമാൻഡ് എടുത്തപ്പോൾ ഞങ്ങളൊക്കെ അംഗീകരിച്ചു. അപ്പോൾ തലമുറ മാറ്റം വേണമെന്നാണ് ഹൈക്കമാൻഡ് ആഗ്രഹിച്ചത്. പക്ഷേ തലമുറ മാറ്റം എന്ന് പറയുമ്പോൾ പഴയ തലമുറക്കാരെ പൂർണ്ണമായിട്ട് അവഗണിക്കുക എന്നുള്ളതല്ല ഇതിനർത്ഥം. കൂടുതൽ യുവരക്തങ്ങൾ വരിക. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് സംബന്ധിച്ച അഭിപ്രായം പറയാൻ താൽപ്പര്യമില്ലെന്ന് രമേശ് ചെന്നിത്തല. ജനം ആഗ്രഹിക്കുന്ന ഭരണമാറ്റത്തിനായി പാർട്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ട ഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയേണ്ട കാര്യമില്ലെന്നും ചെന്നിത്തല തൃശ്ശൂരിൽ പറഞ്ഞു. പാർട്ടി പ്രവർത്തകരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യത്തിലും താൻ പ്രതികരിക്കില്ലെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. പ്രവർത്തകർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന സമയമാണ്. പാർട്ടി ഒറ്റക്കെട്ടായി പോകേണ്ട ഘട്ടമാണിതെന്നും രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. ഞാൻ പാർട്ടി കാര്യങ്ങൾ പരസ്യമായി അഭിപ്രായം പറയാൻ താല്പര്യമില്ല. എനിക്ക് താല്പര്യമില്ല. തന്നെയുമല്ല, പാർട്ടി പ്രവർത്തകർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് പോകുന്ന സമയമാണ്. പാർട്ടി പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അതുകൊണ്ട് പാർട്ടി പ്രവർത്തകരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യത്തിലും ഞാൻ പ്രതികരിക്കില്ല. ഇന്ന് പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ട സമയമാണ്. ജനങ്ങൾ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു.
അതനുസരിച്ച് എല്ലാ നേതാക്കളും പ്രവർത്തകരും പ്രവർത്തിക്കേണ്ട സമയമാണ്. അത് ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അതിനനുസരിച്ച് നേതാക്കളും പ്രവർത്തകരും പ്രവർത്തിക്കേണ്ട സമയമാണിത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയേണ്ട കാര്യമില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കവളപ്പാറ ത്രാങ്ങാലിയിൽ വീട്ടമ്മയെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കിഴക്കേ ത്രാങ്ങാലി റോഡിൽ അമ്പലത്തൊടി വിഷ്ണു നിവാസിൽ 56 വയസ്സുള്ള പ്രമീളയാണ് മരിച്ചത്. 4 ദിവസത്തോളം പഴക്കമുണ്ടെന്ന് സംശയിക്കുന്ന മൃതദേഹം അഴുകിയ നിലയിലായിരുന്നു. മൃതദേഹത്തിന് 4 ദിവസത്തോളം പഴക്കമുണ്ടെന്ന് കരുതുന്നു. രക്തം വാർന്ന് വീട്ടിൽ തളം കെട്ടിയ നിലയിലായിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ മരണകാരണം വ്യക്തമാകൂവെന്ന് പോലീസ് പറഞ്ഞു. ഷൊർണൂർ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഇന്നലെ രാത്രിയാണ് പ്രമീളയെ ഫോണിൽ വിളിച്ച് കിട്ടാത്തതിനെ തുടർന്ന് ബന്ധുക്കൾ അയൽവാസികളുമായി ബന്ധപ്പെട്ടത്. അയൽവാസികൾ വീട്ടിൽ വന്നു നോക്കിയപ്പോൾ 2 വാതിലുകളും ഉള്ളിൽ നിന്നും അടച്ച നിലയിലായിരുന്നു. വീട്ടിൽ നിന്ന് ദുർഗന്ധം വമിച്ചിരുന്നു. പിന്നീട് ബന്ധുക്കളും അയൽവാസികളും പോലീസിനെ വിവരമറിയിച്ചു. ഷൊർണൂർ ഇൻസ്പെക്ടർ രവികുമാറും സംഘവും സ്ഥലത്തെത്തി വാതിൽ പൊളിച്ച് ഉള്ളിൽ കടന്നപ്പോഴാണ് പ്രമീള കിടപ്പുമുറിയിൽ മരിച്ചു കിടക്കുന്നത് കണ്ടത്. അഴുകിയ നിലയിലായിരുന്നു മൃതദേഹം. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. തെക്കേ മലമ്പുഴ ഡാം റിസർവോയറിൽ സഹോദരങ്ങൾ മുങ്ങി മരിച്ചു. ഡാം റിസർവോയറിൽ കുളിക്കാനിറങ്ങിയ പുതുപ്പള്ളി തെരുവ് സ്വദേശികളായ 16 വയസ്സുള്ള മുഹമ്മദ് ആദിൽ, 20 വയസ്സുള്ള മുഹമ്മദ് നിഹാൽ എന്നിവരാണ് മരിച്ചത്. കുളിക്കാനിറങ്ങിയ ഇരുവരും തെക്കേ മലമ്പുഴ ഭാഗത്തെ റിസർവോയറിൽ വീഴുകയായിരുന്നു. രാത്രി ഏറെ വൈകിയിട്ടും ഇരുവരെയും കാണാതായതിനെ തുടർന്ന് പോലീസ് ഫോൺ ലൊക്കേഷൻ കണ്ടെത്തി നടത്തിയ പരിശോധനയിൽ ഡാം പരിസരത്ത് ഇരുവരുടെയും വസ്ത്രങ്ങളും ചെരുപ്പും കണ്ടെത്തി. തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഇന്ന് രാവിലെ 8 മണിയോടെ മൃതദേഹം കണ്ടെടുത്തു. മലമ്പുഴ പോലീസിൻ്റെ നേതൃത്വത്തിൽ മേൽ നടപടികൾ സ്വീകരിച്ച മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശ്ശൂരിൽ പെർമിറ്റില്ലാതെ ഓടിയ AMBIയുടെ സഹോദരൻ്റെ ബസ് RTO എൻഫോഴ്സ്മെൻ്റ് കസ്റ്റഡിയിലെടുത്തു. AMBI CJ ഷോണിൻ്റെ സഹോദരൻ CJ റിജോയുടെ ബസ്സാണ് തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടപ്പോൾ എൻഫോഴ്സ്മെൻ്റ് പിടികൂടിയത്. ഇന്ന് പുലർച്ചെ 5:45 ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ട ബസ് KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചാണ് RTO എൻഫോഴ്സ്മെൻ്റ് കസ്റ്റഡിയിലെടുത്തത്. ബസ്സിന് പെർമിറ്റില്ല. AMVI CJ ഷോണിൻ്റെ സഹോദരൻ CJ റിജോയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ബസ്. പിടിച്ചെടുത്ത ബസ്സിലുണ്ടായിരുന്ന 20 യാത്രക്കാരെ KSRTC ബസ്സിൽ കയറ്റിവിട്ടു. കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ ബസ്സിന് പെർമിറ്റില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. തൃശ്ശൂർ RTO എൻഫോഴ്സ്മെൻറ്റ് MVI PV ബിജു, AMVI K വിപിൻ എന്നിവരാണ് ബസ് പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. ശ്മശാന ഭൂമിയിലെ മണ്ണ് പോലും വിറ്റ് തിന്നുന്ന നീചജന്മങ്ങളാണ് പാലക്കാട് നഗരസഭ ഭരിക്കുന്നതെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. നഗരപ്രദേശത്തെ വികസന മുരടിപ്പിനും ഭരണാധികാരികളുടെ അഴിമതിക്കുമെതിരെ CPM നഗരസഭയിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു EN സുരേഷ് ബാബു. കേരളമാകെ നവകേരള സൃഷ്ടികൾ നിറയുമ്പോൾ പാലക്കാട് നഗരത്തിൽ നടക്കുന്നത് ഹെഡ്ഗേവാർ കളിയാണെന്നും സുരേഷ് ബാബു പറഞ്ഞു. പ്രസംഗത്തിനിടെ പോലീസിനെതിരെയും CPM ജില്ലാ സെക്രട്ടറി രൂക്ഷ വിമർശനമുയർത്തി. പോലീസിൽ ചില RSSുകാർ ഉണ്ടെന്ന് സുരേഷ് ബാബു പറഞ്ഞു. ഇത്തരം ആളുകളെ CPM അറിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവരെ ഒന്നും ചെയ്യാനല്ല. കേരളത്തിൻ്റെ നികുതിപ്പണത്തിൽ നിന്നാണ് ശമ്പളം വാങ്ങുന്നതെന്ന് പോലീസിന് ഓർമ്മ വേണം. RSS കാര്യാലയത്തിൽ നിന്നല്ല ശമ്പളം. ചില കോൺഗ്രസ് പ്രേമികളായ പോലീസുകാരുമുണ്ട്. കോൺഗ്രസ് സമരത്തിനിടെ മർദ്ദനമേറ്റ പോലീസ് ഉദ്യോഗസ്ഥൻ തുടർ നടപടികൾ സ്വീകരിക്കാത്തത് നട്ടെല്ലിൻ്റെ ബലക്കുറവ് കൊണ്ടോ കോൺഗ്രസ് പ്രേമം കൊണ്ടോ ആണ്. പാലക്കാട് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ജനാധിപത്യ രീതിയിൽ ചർച്ച അനുവദിക്കാത്തത് അഴിമതികൾ പുറത്തുവരുമെന്ന ഭയം കൊണ്ടാണ്. ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാനും അഴിമതിക്ക് മറപിടിക്കാനുമാണ് ഹെഡ്ഗേവാറിനെ കെട്ടിടത്തിൻ്റെ പേരായി കൊണ്ടുവന്നതെന്നും സുരേഷ് ബാബു ആരോപിച്ചു. എല്ലാം ഈ മുനിസിപ്പാലിറ്റിയിലെ BJPയുടെ ഉന്നതനായ നേതാവിന്റെ പോക്കറ്റിലേക്കാണ്.
ഇതെല്ലാം ഉന്നതനായിട്ടുള്ള നേതാവിന്റെ പോക്കറ്റിലാണ്. BJP-കാരെയും വിട്ടിട്ടില്ല കേട്ടോ, BJP-യുടെ ആളുകളെയും വിട്ടിട്ടില്ല. ശേഖരീപുരത്ത് ബൈപ്പാസിന്റെ അടുത്ത് ഒരു പച്ചക്കറി മാർക്കറ്റ്, ആ പച്ചക്കറി മാർക്കറ്റ് മുഴുവൻ എടുത്തിരിക്കുന്നത് BJP-കാരാണ്. അതിനെല്ലാം വിളിച്ചുകൂട്ടി 45 ലക്ഷം ഇടുന്നതാണ് പറഞ്ഞു. അത് കൊടുക്കാത്ത കാരണം വേറെ പ്രശ്നം നടക്കുകയാണ്. അതുകൂടിയാണ് മുനിസിപ്പാലിറ്റിക്കകത്തെ ലഹള. ഈ ഭാഗം പങ്കുന്നതിൽ കുടുംബത്തിൽ ലഹള വരില്ലേ, അതാണ് BJP-യുടെ മുനിസിപ്പാലിറ്റിയുടെ അകത്തെ ലഹള. നിങ്ങൾ എന്താ വിചാരിച്ച് ഇവർ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടാണെന്നോ? ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടില്ല, അവർക്ക് ഈ അഴിമതി നടത്തുന്നതിൽ പങ്കുവെക്കണം. അതിലൊരു പങ്ക് ഞങ്ങൾക്ക് കിട്ടണം. CPM ഏരിയ സെക്രട്ടറി K. കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ TK നൌഷാദ്, അഡ്വക്കേറ്റ് CP പ്രമോദ്, V. സരള, P. സരിൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വടക്കാഞ്ചേരിയിൽ വീണ്ടും കാട്ടാനകളുടെ വിളയാട്ടം. അകമല തൂമാനം വെള്ളച്ചാട്ടത്തിന് സമീപമാണ് കഴിഞ്ഞ രാത്രി കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചത്. ഈ മാസം 2ാം തവണയാണ് അകമല ജനവാസ മേഖലയിൽ കാട്ടാനകൾ നാശം വിതയ്ക്കുന്നത്. വടക്കാഞ്ചേരി ചേപ്പലക്കോട്, പട്ടാണിക്കാട് റോഡ് എന്നീ പ്രദേശങ്ങളിലും കാട്ടാനകൾ കൃഷിനാശം വരുത്തിയിട്ടുണ്ട്. കർഷകരായ ജിജോ പാലത്തിങ്കൽ, സാബു കൊട്ടാരത്തിൽ, പത്മനാഭൻ കക്കൂത്ത്, രമ ഈച്ചരത്ത്, രത്നാകരൻ കക്കൂത്ത് എന്നിവരുടെ പറമ്പിലെ മുഴുവൻ വാഴകൃഷിയും കാട്ടാന ചവിട്ടി നശിപ്പിച്ചു. പലരുടെയും തൊടിയുടെ അതിർത്തിവേലികളും നശിപ്പിച്ചിട്ടുണ്ട്. നാട്ടിൻപുറത്ത് കാട്ടാനകളിറങ്ങിയാൽ അവയെ കാട് കയറ്റാൻ RRT സംവിധാനമില്ലാത്തത് പ്രദേശവാസികളെ ഏറെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. പട്ടാണിക്കാട് മേഖലയിൽ വൈദ്യുതവേലി സ്ഥാപിക്കൽ പ്രവൃത്തികൾ നടക്കുന്നുണ്ടെങ്കിലും ഇതുവരെയും കമ്മീഷൻ ചെയ്യാത്തതും മേഖലയിൽ കാട്ടാന ശല്യം വർദ്ധിക്കാൻ കാരണമാകുന്നുവെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. മുണ്ടൂർ KC ബാലകൃഷ്ണൻ സ്മാരക സാന്ത്വന പരിചരണ കേന്ദ്രത്തിനെതിരെ വന്ന വാർത്ത വസ്തുതാ വിരുദ്ധമെന്ന് പരിചരണ കേന്ദ്രം ചെയർമാൻ PA ഗോകുൽദാസ്. സാധാരണക്കാരുടെ സംഭാവന കൊണ്ട് പ്രവർത്തിക്കുന്ന സാന്ത്വന പരിചരണ കേന്ദ്രത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർ നീച മനസ്ഥിതിക്കാരാണെന്നും ഗോകുൽദാസ് പാലക്കാട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2017 KC ബാലകൃഷ്ണൻ സ്മാരക സാന്ത്വന പരിചരണ കേന്ദ്രം ആരംഭിച്ചത്. ചെറിയ രീതിയിൽ ആരംഭിച്ച സ്ഥാപനത്തിന് ഇന്ന് 20 പേരെ കിടത്തി ചികിത്സിക്കാനുള്ള കെട്ടിടവും അനുബന്ധ സൗകര്യവുമുണ്ട്. 600-ലധികം രോഗികളെ പരിചരിക്കുന്ന സ്ഥാപനത്തിന് മാസം 2 ലക്ഷത്തോളം ചെലവുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ വിഭാഗം ജനങ്ങൾക്കും കേന്ദ്രം സാന്ത്വനം നൽകുന്നുണ്ട്. പാർട്ടിക്കാരുടെ വീട്ടിലെ ഹുണ്ടികയിൽ നിന്നുള്ള വരുമാനവും വ്യക്തിഗതവും സ്ഥാപനങ്ങളും നൽകുന്ന തുകയുമാണ് വരുമാനം. എല്ലാ പണമിടപാടുകളും ബാങ്ക് മുഖേനയാണ്. കൃത്യമായി ഓഡിറ്റും സമർപ്പിക്കുന്നുണ്ട്. അഭിമാനത്തോടെ ജനിച്ചവർ അന്തസ്സായി മരിക്കണമെന്ന ആശയത്തിലാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നത്. അവാസ്തവമായി വാർത്ത നൽകിയത് തിരുത്തിയില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കും. എന്തു വില കൊടുത്തും കേന്ദ്രത്തെ സംരക്ഷിക്കുമെന്നും PA ഗോകുൽദാസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നിങ്ങൾക്ക് കണക്ക് ഞാൻ പറയുക 72 ആളുകൾ, മുതിർന്ന ആളുകൾ, ആരും നോക്കാനില്ലാത്ത പാവപ്പെട്ടോ അവരെ അവിടെ പരിചരിച്ച് ഏറ്റവും മികച്ച നിലയിൽ ഞങ്ങൾ അവർക്ക് മരിക്കുമ്പോൾ അന്തസ്സോടെ മരിക്കാനൊരു അവസരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. 22 ആളുണ്ടായിട്ട് 14 ഇപ്പോൾ അവിടെ കിടക്കുന്നുണ്ട്. 344 ആളുകളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല ആ പരിചരണ കേന്ദ്രത്തോട് ആളുകൾ എടുക്കുന്നൊരു സമീപനം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ വിവാഹം, മരണം, പിറന്നാൾ ഇതിലൊക്കെ കിട്ടുന്ന ധനസഹായം മാത്രമേ ഞങ്ങൾക്ക് അവിടെ ഉള്ളൂ. അതൊരു ആചാരമാണ്. ഇപ്പോൾ ഞങ്ങൾ 5-6 പഞ്ചായത്തുകളിൽ കല്യാണം ഉണ്ടെങ്കിൽ കത്ത് തരുമ്പോൾ എന്നെ വിളിക്കുക, അവർ പറയാ പാലിയേറ്റീവിനൊരു സംഭാവന ഉണ്ടെങ്കിൽ വരണം, സംഭാവന ഉണ്ടെങ്കിലേ വരൂ എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ആദ്യം പറയും ഇത് കിട്ടുമെന്ന്, നിർബന്ധമായി വരണം എന്നുള്ളത് ഇത് മുൻകൂട്ടി പറഞ്ഞിട്ടാണ് വിളിക്കാറ്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് ഇത് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് സാന്ത്വന പരിചരണ കേന്ദ്രം. അപ്പൊ ആളുകൾ അതിനോട് പോസിറ്റീവായി പ്രതികരിച്ചുകൊണ്ടാണ് അവിടെ ഒരു കെട്ടിടം കെട്ടാനും 21 ബെഡ്, നല്ല സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ സംവിധാനത്തിലുള്ള ബെഡും സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. എല്ലാം ഈ പരിചരണങ്ങളൊക്കെ നടക്കുന്നു. 2 മാസം 1.25 മുതൽ 2 ലക്ഷം വരെയുള്ള പണം ചെലവാണ്. ഒരു പൈസ പോലും പിരിക്കാതെ മറ്റു നിലയിൽ സമാഹരിക്കാതെ ആരംഭിച്ചതാണ്. ഇന്നും അത് നിന്നു പോകുന്നത് ഈ ഒരു വിശ്വാസ്യതയുടെ ഭാഗമായിട്ടാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
ചികിത്സയിൽ കഴിയുന്ന പാഞ്ഞാൾ കിള്ളിമംഗലം ഉതുവടിയിലെ വ്യാപാരിക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സഹായഹസ്തം. സമിതിയുടെ തൃശൂർ ജില്ലാ ഭദ്രം കുടുംബസുരക്ഷാ പദ്ധതിയുടെ ഭാഗമായാണ് ധനസഹായം എത്തിച്ചത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാഞ്ഞാൾ യൂണിറ്റിൽ അംഗമായ കിള്ളിമംഗലം ഉതുവടിയിൽ വ്യാപാരം നടത്തുന്ന ഷമീർ ഹസനാണ് സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റി ഭദ്രം കുടുംബസുരക്ഷാ പദ്ധതി പ്രകാരം 1,00,000 രൂപ ധനസഹായം നൽകിയത്. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുകയാണ് ഷമീർ ഹസൻ. 1,00,000 രൂപയുടെ ചെക്ക് തൃശൂർ ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റ് പി നാരായണൻകുട്ടി, യൂണിറ്റ് പ്രസിഡന്റ് KP ഗോപാലൻ, ജനറൽ സെക്രട്ടറി സുബൈർ വാഴാലിപ്പാടം, ട്രഷറർ KM മുസ്തഫ, ഭാരവാഹികളായ PM ഷംസുദ്ദീൻ, UK അബ്ദുൽ നാസർ, രാമൻകുട്ടി, അബൂബക്കർ, ഇബ്രാഹിം എന്നിവർ ചേർന്ന് വീട്ടിലെത്തി ഷമീർ ഹസന് കൈമാറി. ഭദ്രം എന്നുള്ള പദ്ധതിയാണ് ആദ്യം നടപ്പിൽ വരുത്തിയത്, ഭദ്രം കുടുംബ സുരക്ഷാ പദ്ധതി. അതിൽ നമ്മുടെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സഭയുടെ യൂണിറ്റ് അംഗങ്ങൾക്ക് മാത്രമേ ഇതിൽ പങ്കാളികളാവാൻ കഴിയൂ. ഇതിലെ അംഗങ്ങളല്ലാത്തവർക്ക്, സംഘടന അംഗങ്ങളല്ലാത്തവർക്ക് ചേരാൻ കഴിയില്ല. അങ്ങനെ ചേർന്നിട്ടുള്ള ആളുകൾക്ക് നമ്മളൊരു സഹായം ചെയ്യുന്നത് വെച്ചാൽ മരണാനന്തരം 10,00,000 രൂപയും, അതുപോലെ അതിൻ്റെ ഇടയ്ക്ക് വല്ല അസുഖങ്ങളൊക്കെ അസുഖത്തിൻ്റെ ഇതിനനുസരിച്ച് നമ്മൾ അതിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ബൈലോയിൽ പറയുന്ന രീതിയിലുള്ള അസുഖങ്ങൾക്കൊക്കെ നമ്മൾ ചികിത്സാ സഹായം. അതിപ്പോൾ ഓപ്പൺ ഹാർട്ട് സർജറി, അല്ലെങ്കിൽ ക്യാൻസറായിട്ട് വരുന്നു, അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ, ഇതൊക്കെ നമ്മൾ സ്കീമുണ്ട്. ആ സ്കീമിനനുസരിച്ചുള്ള ഇദ്ദേഹത്തിന് എന്തോ നമ്മുടെ എന്താ പറയുക ഒരു സ്ട്രോക്ക്, കാലക്കേട് ഒരു സ്ട്രോക്ക് വന്നു. പക്ഷെ അദ്ദേഹത്തിന് ഒരു താങ്ങായിട്ട് സംഘടന കൂടെ ഉണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പം നമ്മളിപ്പോൾ ഇതൊന്നും നേരത്തെ നമ്മളാരും കരുതി കൂട്ടിയിട്ടൊന്നും വെച്ചിട്ടില്ലല്ലോ, ചെയ്തിരുന്നതല്ലോ. പക്ഷെ ഇങ്ങനൊരു സ്കീം വന്നു. അത് വരാനുള്ള ഒരുപാട് പശ്ചാത്തലം ഉണ്ടായി. ചെറിയൊരു പശ്ചാത്തലം പൈങ്കുളത്ത് നിന്നാണ് ഇത് സ്റ്റാർട്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേരള സ്റ്റേറ്റ് പ്രിയദർശിനി ജനകീയ കൂട്ടായ്മ മങ്കരയിലെ ചേറ്റൂർ സ്മൃതി കുടീരം സന്ദർശിച്ചു. ഭാരവാഹികൾ സർ C ശങ്കരൻ നായരുടെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി. സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം പ്രിയദർശിനി ജനകീയ കൂട്ടായ്മ ഭാരവാഹികൾ ചേറ്റൂരിൻ്റെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു. ജനകീയവേദി പ്രസിഡന്റ് ഉമ്മർ എരമംഗലം, ജനറൽ സെക്രട്ടറി TK ഗോപാലകൃഷ്ണൻ ഗുരുവായൂർ, ഷംസുദ്ദീൻ മങ്കര, ഗഫൂർ മാറഞ്ചേരി, ശശി വാരനാട്, പറളി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് C വിനയൻ, മങ്കര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് N അച്യുതൻകുട്ടി, ഇലിയാസ് മങ്കര തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മുണ്ടൂരിൽ ഓട്ടോ ടാക്സി യൂണിയൻ നേതാവായിരുന്ന സുധീഷ് മുണ്ടൂരിനെ CITU അനുസ്മരിച്ചു. 21ാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് അനുസ്മരണ സമ്മേളനവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തിയത്. മുണ്ടൂർ കൂട്ടുപാതയിൽ നടന്ന അനുസ്മരണ സമ്മേളനം CPM ജില്ലാ കമ്മിറ്റി അംഗം PA ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ മണ്ണിലേക്ക് കൈയും വീശി വന്ന ഒരാൾക്കും ഇങ്ങനെ ഒരു അതിക്രമം നടത്താനുള്ള വിശ്വാസമുണ്ടാവാത്ത വിധമുള്ള പ്രതികരണം ഉണ്ടാവണമെന്ന് ഇന്ത്യ ഒറ്റക്കെട്ടായി ആഗ്രഹിക്കുകയും ഗവൺമെന്റിനോടൊപ്പം നിൽക്കുകയും ചെയ്യും. നമ്മുടെ സൈന്യം മാതൃകാപരമായിട്ടാണ് മെയ് മാസം 7-ാം തീയതി മുതൽ 10-ാം തീയതി വരെ തിരിച്ചടി നടത്തിയത്. പാകിസ്ഥാന്റെ ചില തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങൾ ബഹാവൽപൂരിൽ, ഗുരുദിക്കയിൽ, മൊറാദാബാദിൽ ഒക്കെയുള്ള തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങൾ ആക്രമിച്ച് തകർത്തു. A വിനോദ് അധ്യക്ഷത വഹിച്ചു. PV രാജൻ, ഏരിയ കമ്മിറ്റി അംഗം H സുൽഫീക്കർ, സുരേഷ് മുണ്ടൂർ, TK രാമദാസ്, പഞ്ചായത്ത് അംഗങ്ങളായ KV പ്രശോഭ്, V ലക്ഷ്മണൻ, OC ശിവൻ എന്നിവർ സംസാരിച്ചു. സുധീഷ് അനുസ്മരണത്തോടനുബന്ധിച്ച് SSLC പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. ഫുട്ബോൾ പരിശീലിക്കുന്ന 50 കുട്ടികൾക്ക് ജേഴ്സികൾ വിതരണം ചെയ്തു. രാവിലെ ഫുട്ബോൾ മത്സരവും സംഘടിപ്പിച്ചിരുന്നു. മത്സരത്തിൽ ഷാഡോസ് ഫുട്ബോൾ ടീം വിജയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാഞ്ഞാൾ പൈങ്കുളത്ത് യുവാവിനെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പൈങ്കുളം ഉന്നത്തൂർ മാരിയമ്മൻ കോവിലിന് സമീപം കരിയർകോട്ട് വീട്ടിൽ ശിവന്റെ മകൻ 27 വയസ്സുള്ള ജിഷ്ണുവാണ് മരിച്ചത്. ചെറുതുരുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കെ സുധാകരന് പിന്തുണയുമായി K മുരളീധരൻ. സുധാകരൻ തന്റെ പ്രയാസങ്ങൾ തുറന്നു പറഞ്ഞത് അച്ചടക്ക ലംഘനമല്ല. കേരളത്തിൽ ഭരണമാറ്റമുണ്ടായി സന്തോഷത്തോടെ ചുമതല കൈമാറണമെന്ന് സുധാകരൻ ആഗ്രഹിച്ചിരുന്നുവെന്നും K മുരളീധരൻ. സുധാകരൻ വിഷയത്തിൽ അഭിപ്രായം പറയാൻ താൽപ്പര്യമില്ലെന്ന് രമേശ് ചെന്നിത്തല. ജനം ആഗ്രഹിക്കുന്ന ഭരണമാറ്റത്തിനായി പാർട്ടി ഒറ്റക്കെട്ടായി നിലകൊള്ളേണ്ട സമയത്ത്
പ്രവർത്തകരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു കാര്യത്തിലും പ്രതികരിക്കില്ലെന്നും ചെന്നിത്തല. തൃശൂരിൽ പെർമിറ്റില്ലാതെ ഓടിയ AMVIയുടെ സഹോദരന്റെ ബസ് RTO എൻഫോഴ്സ്മെന്റ് പിടിച്ചെടുത്തു. തൃശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പുറപ്പെട്ട ബസ് പിടിച്ചെടുത്തത് പുലർച്ചെ KSRTC സ്റ്റാൻഡ് പരിസരത്ത് നിന്ന്. സെപ്റ്റംബർ മുതൽ ബസ്സിന് പെർമിറ്റില്ലെന്ന് കണ്ടെത്തി. വടക്കാഞ്ചേരിയിൽ വീണ്ടും കാട്ടാനകളുടെ വിളയാട്ടം. അകമല തൂമാനം വെള്ളച്ചാട്ടത്തിന് സമീപം വ്യാപകമായി വാഴകൃഷി നശിപ്പിച്ചു. ജനവാസ കേന്ദ്രത്തിൽ കാട്ടാന ഇറങ്ങി നാശം വിതയ്ക്കുന്നത് ഈ മാസം ഇത് 2ാം തവണ. തെക്കേ മലമ്പുഴ ഡാം റിസർവോയറിൽ സഹോദരങ്ങൾ മുങ്ങി മരിച്ചു. മരിച്ചത് പാലക്കാട് പുതുപ്പള്ളി സ്വദേശികളായ 20 വയസ്സുള്ള മുഹമ്മദ് നിഹാൽ, 16-കാരൻ മുഹമ്മദ് ആദിൽ എന്നിവർ. കഴിഞ്ഞ ദിവസം റിസർവോയറിൽ കുളിക്കാനിറങ്ങിയ ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത് ഇന്ന് രാവിലെ. കവളപ്പാറയിൽ വീട്ടമ്മ കിടപ്പുമുറിയിൽ രക്തം വാർന്ന് മരിച്ച നിലയിൽ. മരിച്ചത് കിഴക്കേ ത്രാങ്ങാലി റോഡിൽ അമ്പലത്തൊടി വിഷ്ണു നിവാസിൽ 56 വയസ്സുള്ള പ്രമീള. 4 ദിവസത്തോളം പഴക്കമുണ്ടെന്ന് സംശയിക്കുന്ന മൃതദേഹം അഴുകിയ നിലയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.